വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUET UG എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു അഗ്രികൾച്ചർ കോഴ്സിന് ഐക്കർ ഈ വർഷം CUET UGയിലല്ലേ എന്നുള്ളത്. അപ്പോൾ നേരത്തെ CUET UG നോട്ടിഫിക്കേഷൻ വന്ന സമയത്തും വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ തുടങ്ങിയ സമയത്തും ഒന്നും ഐക്കർ യൂണിവേഴ്സിറ്റി ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷ വാർത്ത ആയിക്കൊണ്ട് ഐക്കർ കഴിഞ്ഞ ദിവസം CUET UG വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐക്കർ വഴിയുള്ള അഗ്രികൾച്ചർ കോഴ്സുകൾക്കുള്ള പ്രവേശനം സ്വാഭാവികമായിട്ടും CUET UG വഴി തന്നെയാണ് ഈ വർഷവും. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷന് പകരം CUET UG വഴിയായിരിക്കും അവരുടെ പ്രവേശനം നടത്തുക എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി CUET UG എഴുതിയതിനു ശേഷം പിന്നീട് നിങ്ങൾ ഐക്കറിലൂടെ നിങ്ങൾക്ക് പ്രവേശനം നേടുന്ന സിസ്റ്റം ആയതുണ്ടായിരുന്നു. കേരളത്തിലെ അഗ്രികൾച്ചറൽ കോളേജുകളടക്കം ഈ പറയുന്ന സ്വഭാവത്തിലായിരുന്നു അഡ്മിഷൻ നടത്തിയിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾ ലിസ്റ്റിലേക്ക് ഈ ഐക്കറോട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഇതിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഡീംഡ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളതിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയും. പ്രത്യേകിച്ച് കാർഷിക രംഗത്തേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം കോഴ്സുകൾക്കുള്ള ആളുകൾക്ക് ചെയ്യേണ്ട സാധനമാണ്. BSc കോഴ്സുകൾ, BTech കോഴ്സുകൾ, BFSc കോഴ്സുകളിലേക്ക്, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസ് പ്രോഗ്രാമുകളിലേക്ക് ഐക്കർ വഴി പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ CUET UG ആണ് എഴുതേണ്ടത്. പ്രത്യേകിച്ച് സയൻസ് സ്ട്രീമിൽ നിന്നുള്ള ആളുകളായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ആൻഡ് അഗ്രികൾച്ചർ ഓർ ഇന്റർ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറുകളാണ് CUET UGയിൽ ഡൊമൈൻ സബ്ജക്റ്റുകളായിട്ട് എഴുതേണ്ടത്. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ, BSc ഓണേഴ്സ് ഫോറസ്ട്രി, BSc ഓണേഴ്സ് കമ്മ്യൂണിറ്റി സയൻസ്, BSc ഓണേഴ്സ് സെറികൾച്ചർ, BSc ഓണേഴ്സ് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, അതുപോലെ തന്നെ BSc ഓണേഴ്സ് നാച്ചുറൽ ഫാമിംഗ്, BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, BTech ഡയറി ടെക്നോളജി, BTech ഫുഡ് ടെക്നോളജി, BTech ബയോടെക്നോളജി, ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ് BFSc തുടങ്ങിയിട്ടുള്ള കോഴ്സുകളെല്ലാം എന്തിൽ വരുന്നുണ്ട്? ഐക്കറിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഐക്കർ വഴിയുള്ള പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫിഷറി സയൻസ്, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് തുടങ്ങിയിട്ടൊക്കെയുള്ള കോഴ്സുകളിൽ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും അഗ്രികൾച്ചർ ഡൊമൈൻ സബ്ജക്റ്റായി എഴുതിക്കൊണ്ട് CUET UG വഴിയാണ് അപേക്ഷിക്കേണ്ടത്. CUET UG നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും മറ്റു പ്രീമിയർ സ്ഥാപനങ്ങളിലേക്കും ഡിഗ്രി പ്രവേശനത്തിനും ഉള്ള പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഐക്കർ എവിടെ എന്ന് ചോദിച്ച ആളുകൾക്കൊക്കെയുള്ള ഉത്തരവാണ്. അപ്പോൾ ഐക്കർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ CUET UG അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പെട്ടെന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അഥവാ ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി നിങ്ങളെ ലിസ്റ്റിൽ കാണാൻ പറ്റുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല. യൂണിവേഴ്സിറ്റി ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് സബ്ജക്റ്റുകളും ഡൊമൈൻ സബ്ജക്റ്റുകൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ CUET ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.